ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഇതുപോലത്തെ ഫോട്ടോസ് അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനും കളർ ഗ്രേഡിങ് ചെയ്യാനുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിട്ട് ബ്ലർ ചെയ്തെടുക്കാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടൂൾസ് എടുക്കുക, അതിനകത്ത് ഹീൽ എടുക്കുക. ഇനി നമ്മുടെ ഈ ഫ്ലവറും കൈയും നമ്മൾ ബ്രഷ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ടൂൾസ് എടുക്കുക, അതിനുശേഷം ലെൻസ് ബ്ലർ എടുക്കുക. ഇതിനകത്ത് ഇതിൻ്റെ ട്രാൻസിഷൻ 0 ആക്കി കൊടുക്കുക. അതിനുശേഷം വിഞ്ഞേറ്റിൻ്റെ സ്ട്രെങ്ത്തും 0 ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈസ് മാക്സിമം ചെറുതാക്കിയിട്ട് ഏതെങ്കിലും ഒരു കോർണറിലേക്ക് മൂവ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് എത്രയാണ് ബ്ലർ സ്ട്രെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 65 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ടൂൾസ് എടുക്കുക, അതിനകത്ത് ഡബിൾ എക്സ്പോഷർ എടുക്കുക. അതിനകത്ത് നമ്മൾ ഈ സെയിം ഫോട്ടോ ഒന്നുകൂടെ ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഒപ്പാസിറ്റി മാക്സിമം ആക്കി കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം മുകളിൽ കാണുന്ന എഡിറ്റ് സ്റ്റാക്സ് എടുക്കുക, അതിനകത്ത് വ്യൂ എഡിറ്റ്സ് എടുക്കുക. അതിനുശേഷം ഡബിൾ എക്സ്പോഷറിൽ മാസ്കിങ് എടുക്കുക. അതിനുശേഷം ഇൻവേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡബിൾ എക്സ്പോഷറിൻ്റെ വായിൽ കുറക്കുക. അതിനുശേഷം നമ്മുടെ ആ കൈയും ഫ്ലവറും വരുന്ന ഭാഗം നമ്മളിതുപോലെ ബ്രഷ് ചെയ്യുക. ഇനി ഇൻവേർട്ട് ബട്ടൺ ഓഫ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇത് വൃത്തിയിൽ ഇതിൻ്റെ എഡ്ജസൊക്കെ ക്ലിയർ ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാസ്കിങ് കഴിഞ്ഞു. നമുക്ക് ഓക്കെ അടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിട്ട് ബ്ലറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാപ്സീഡിലെ വർക്ക് കഴിഞ്ഞു. ഇനി ഈ ഫോട്ടോ നമുക്ക് ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഇതിൻ്റെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം അവിടെ ഓട്ടോ ക്ലിക്ക് ചെയ്യാണ്. മാനുവലായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ബ്രൈറ്റ്നസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കർവ്സ് ഓപ്പൺ ആക്കുക. അതിനുശേഷം ലൂമിനൻസ് കർവ് എടുക്കുക. അതിനകത്ത് നമ്മളിതുപോലെ എസ് കർവ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബ്ലൂവിൻ്റെ കർവ് എടുക്കുക. ഇതിനകത്തും ഏകദേശം ഞാൻ ഈ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ കളറിലേക്ക് പോവാം. അതിനകത്ത് മിക്സ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ റെഡ് കളർ കുറച്ച് കൊടുക്കുക, സാച്ചുറേഷൻ കുറച്ച് കുറക്കുക. അതിനുശേഷം ലൂമിനൻസ് കുറച്ച് കൂട്ടുക. അപ്പോൾ നമ്മുടെ കൈ കുറച്ചും കൂടെ ബ്രൈറ്റ് ആവും. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെയും കുറച്ച് ലൂമിനൻസും സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആ പൂവിൻ്റെ കളറൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി കുറച്ച് യെല്ലോയിലേക്ക് ആക്കുക. സാച്ചുറേഷൻ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗ്രീൻ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഹ്യൂവും പിന്നെ കുറച്ച് ലൂമിനൻസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഡൺ അടിച്ച് പുറകോട്ട് പോവാം. അതിനുശേഷം ഗ്രേഡിങ് എടുക്കുക. അതിനകത്ത് ഷാഡോ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഹ്യൂവും സാച്ചുറേഷനും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 13-15 സാച്ചുറേഷൻ സെറ്റ് ചെയ്ത് കൊടുത്തു.
ഇനിയിപ്പോൾ നമുക്ക് റെഡിഷ് കളറാണ് വേണ്ടതെങ്കിൽ നമ്മളിതുപോലെ റെഡിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഗ്രീന് യെല്ലോ അത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് ആ ഒരു സൈഡിലേക്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ ആണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൺ അടിച്ച് പുറകോട്ട് പോകാം. അതിനുശേഷം അടുത്ത് നമുക്ക് എഫക്ട്സ് എടുക്കുക. ഇതിനകത്ത് നമുക്ക് ടെക്സ്ചർ ഓവർ ആവാത്ത രീതിയിൽ ഒരു 40-30 കൊടുത്തു വെക്കുക. അതിനുശേഷം വിഞ്ഞായിട്ട് നമ്മളിതുപോലെ ഓവറാകാത്ത രീതിയിൽ ചെറിയ എമൗണ്ട് കൊടുക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ ഡീറ്റെയിൽ എടുക്കുക. അതിനകത്ത് നോയ്സ് റിഡക്ഷൻ എടുക്കുക. അതൊരു 20% സെറ്റാക്കി കൊടുക്കുക. അതുപോലെ കളർ നോയ്സ് റിഡക്ഷൻ ഒരു 80% സെറ്റാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഫോട്ടോയിൽ നോയ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.